വർഷവും പൊങ്കലിടാറ്? ഫസ്റ്റ് ടൈമാണ്. അപ്പൊ ആദ്യത്തെ ഒരു അനുഭവം എങ്ങനെയായിരിക്കും? എനിക്ക് എല്ലാം പുതുമയായിട്ട് തോന്നുന്നത്. എന്താണ് തന്നെ ചെയ്യുന്നതെന്ന് അറിയില്ല. ഇനി ഇതൊക്കെ കണ്ടു ചെയ്യണം. അവരാണ് എല്ലാം ഒരുക്കി തരുന്നത് അല്ലേ? ഈ പൊങ്കാല ഇടുന്നത് എങ്ങനെയാണ് മനസ്സിൽ വന്നത്? മനസ്സിൽ വന്ന എൻ്റെ മകള് ഇവിടേക്കുണ്ട്. അപ്പോൾ എനിക്കൊരു 10 years ബാക്ക് ഒരു സർജറി ചെയ്തു ചണ്ഡീഗഡിൽ. അപ്പോൾ ചണ്ഡീഗഡിൽ സർജറി ചെയ്തപ്പോൾ അവൾ വിചാരിച്ചു ചെയ്യുന്നു. പക്ഷെ ഇത്ര കാലം സൗകര്യം കിട്ടിയിരുന്നില്ല. ദേവി വിളിച്ചിരുന്നില്ലേക്കാം. ഇപ്പോൾ ഇതായിട്ട് അവൾക്ക് അസുഖമാണ്. എന്നിരുന്നാലും ഞങ്ങൾ വന്നു ഇവിടെ. പ്രാർത്ഥിച്ച എല്ലാവരും പറയുന്നത് പ്രാർത്ഥിച്ച് പൊങ്കാലിട്ടാൽ എല്ലാം അങ്ങനെ ശരിയാവും വിശ്വാസമാണല്ലേ? അതെ, തീർച്ചയായിട്ടും. തൃശ്ശൂരിന് എപ്പോ വന്നതാ? തൃശ്ശൂരിന് മിന്നാന്ന് വന്നു. എനിക്ക് ഫോളോ അപ്പ് ഉണ്ടായിരുന്നു ശ്രീജിത്തിന്റെ. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഇതൊക്കെ ഇവരെ റിലേഷൻ്റെ കൂടെ അവിടെ താമസിച്ചിട്ട് ഞങ്ങൾ ഇവിടെ കൂടി ഈ ഗ്രൂപ്പുണ്ട്. എത്ര ദിവസം നിങ്ങൾ എല്ലാവരും കൂടെ വന്നേ? ഞങ്ങൾ എൻ്റെ ഫാമിലി 5 പേര്. ഇപ്പൊ ഇവിടെ ടോട്ടൽ 11 ആൾ വെക്കുന്നുണ്ട്. 11 തൃശ്ശൂർക്കാരുണ്ട്? ഇല്ല, 5 പേരിന്റെ. എൻ്റെ മകള് മൈസൂർ സെറ്റിൽഡാണ്. അപ്പൊ ഞാൻ ഇപ്പൊ മൈസൂരിനാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ഒറിജിനൽ നാട് തൃശ്ശൂർ. പിന്നെ എറണാകുളം മരുമകളുണ്ട്, എറണാകുളത്ത് നിന്നാണ്. ഇവരൊക്കെ കൂടുതലാണോ? ഇതെന്റെ ആന്റിയാണ്. ഞാൻ ചെന്നൈയിൽ നിന്ന് വന്നതാണ് പൊങ്കലിടാൻ. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും വരാറില്ല. ഇപ്രാവശ്യം വരണമെന്ന് തോന്നി, അങ്ങനെ തന്നെ പ്രത്യേകിച്ച് വന്നത്. ഓരോ വർഷം ഒരു തവണ പൊങ്കാലിട്ട എല്ലാ വർഷം വരാൻ തോന്നാറുണ്ട് എന്ന് അവരൊക്കെ പറയും. തീർച്ചയായിട്ടും, എല്ലായിട്ടും തീർച്ചയായിട്ടും. ഓരോ വർഷവും നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, വരണം എന്നുള്ള. ചെന്നൈയിലെപ്പോ വന്ന? ഇന്നലെ എത്തിയാണോ? മെനിഞ്ഞാന്നെത്തിയായിരുന്നു. ഇതിനായിട്ട് വന്ന് പിന്നെ എന്റെ ആന്റി ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കും കൂടെ ഒരു സ്ഥലം തരണേന്ന് പറഞ്ഞു. അപ്പൊ തരാന്ന് പറഞ്ഞു. ആന്റി ഇപ്പൊ സ്ഥലം അന്വേഷിച്ചോണ്ടിരിക്കുക. കുറെ ആൾക്കാരെ അറിയാം. അപ്പൊ ഞാൻ ഇവിടെയാണ് താമസിക്കുന്ന. അപ്പൊ ആന്റി പറഞ്ഞ് മോള് വന്നാൽ മതി, ഞാൻ ഇവിടെ എല്ലാം റെഡിയാക്കിക്കോളാന്ന് പറഞ്ഞു. സന്തോഷം, വളരെ സന്തോഷം പൊങ്കാല ഇടുന്നതിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.